ഒരു വീട് വയ്ക്കാൻ ചോര നീരാക്കി സ്വരൂപിച്ച പണം മോഷണം പോയാൽ എന്തായിരിക്കും ആ വേദന? കൊട്ടാരക്കര താമരക്കുടിയിലെ ഭവാനിയമ്മയുടെ കഥയതാണ്. ബാങ്കിൽ നിന്ന് പണവുമായി മടങ്ങുമ്പോൾ KSRTC ബസ്സിൽ വെച്ച് ആ വയോധികയുടെ പണം ഏതോ നരാധമൻ കമർന്നുകൊണ്ടുപോയി. വർഷങ്ങളായി പ്ലാസ്റ്റിക് ഷീറ്റുമേഞ്ഞ ഷെഡിനുള്ളിലാണ് ഭവാനിയമ്മയും മകൻ തുളസിയും കഴിയുന്നത്. ലൈഫ് പദ്ധതിയിൽ സഹായം ലഭിച്ചതോടെയാണ് വീട് പണി തുടങ്ങിയത്. തൊഴിലുറപ്പിലൂടെ ലഭിച്ച പണവും ഒരു സുമനസ് സഹായമായി നൽകിയ തുകയും ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. ഇതിൽ 50,000 രൂപ പിൻവലിച്ച് കൊട്ടാരക്കരയിലേക്ക് പോകുമ്പോഴാണ് കവർച്ച നടന്നത്. ചെങ്ങമനാട് നിന്ന് KSRTC ബസ്സിൽ കൊട്ടാരക്കരയിലെത്തിയ ഭവാനിയമ്മ സഞ്ചിയിൽ പെൻഷൻ പാസ്ബുക്ക് തിരഞ്ഞപ്പോഴാണ് പണം നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞത്. സഞ്ചി ബ്ലേഡ് ഉപയോഗിച്ച് കീറിയിരിക്കുന്നു. എടുത്തോണ്ട് പോയി, ആരാന്ന് കണ്ടില്ല. ആശുപത്രിനകത്തുള്ള ഡെപ്പോസിറ്റ് കെട്ടി വെച്ചിരുന്ന അതുള്ള സൈഡ് കയറി ഊരിക്കൊണ്ട് പോവാ, വലിച്ചു വാരി എടുക്കുമല്ലോ, കട്ടോണ്ടിരിക്കുമല്ലേ. നിന്നതാ. തൊഴിലുറപ്പിനു പുറമെ വീട്ടുജോലിയും ചെയ്താണ് ഭവാനിയമ്മ ഉപജീവനം നടത്തിയിരുന്നത്. പണം നഷ്ടപ്പെട്ടതോടെ വീടുപണി പ്രതിസന്ധിയിലായി. കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയെങ്കിലും ബസ്സിനുള്ളിൽ CCTV ഇല്ലാത്തതിനാൽ പ്രതിയെ കണ്ടെത്താനാകുമെന്ന് ഉറപ്പില്ല. ഫോൺ വിളിച്ച് ഞാൻ ചെല്ലുമ്പോൾ കൊട്ടാരക്കര സ്റ്റേഷന്റെ മുന്നിൽ എന്റെ അമ്മ തലയങ്ങും കറങ്ങി അവിടെ ഇരിക്കുകയാണ്. ഓട്ടോക്കാരെല്ലാം കൂടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇനി വീട് പാർക്കാൻ പറ്റത്തില്ല, എടാ കയ്യിൽ നിന്ന് പൈസ പോയടാ എന്ന് പറഞ്ഞു. മഴക്കാലത്തിനു മുൻപ് വീട് വാർക്കണമെന്നായിരുന്നു സ്വപ്നം. ആ സ്വപ്നത്തെയാണ് മനസാക്ഷിയില്ലാത്ത ആരോ ഒരാൾ കവർന്നെടുത്തത്. 24 കൊല്ലം. ഭവാനിയമ്മയുടെ കാര്യം വലിയ കഷ്ടമായിപ്പോയി. നമ്മൾ KB ഗണേഷ് കുമാർ പണ്ടൊരു അഭ്യർത്ഥന നടത്തിയ പോലെ ഈ കള്ളനോട് നമുക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ പാവത്തിൻ്റെ പൈസ അങ്ങ് മടക്കി കൊണ്ടു കൊടുക്കണം കേട്ടോ. നിങ്ങളെ പോലീസ് പിടിക്കാതെ ചിലപ്പോൾ ഭവാനിയമ്മ രക്ഷപ്പെടുത്തിക്കോളും. ഞാൻ പോലീസ് പിടിക്കരുതെന്നുള്ള ആ കാര്യമല്ല പറയുന്നത്. കാരണം ഈ ഭവാനിയമ്മയ്ക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. എൻ്റെ കള്ള ഈ കാര്യം തിരിച്ചറിയൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.